അടുത്ത കുറച്ച് നേരത്തേക്ക് ഞാൻ പ്രേതങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. കാരണം ഇവിടെ പ്രേതം പണി തുടങ്ങിയിരിക്കുന്നു. പ്രേതം എന്ന സിനിമയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. പ്രേതം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇവിടെ എന്നോടൊപ്പം സിനിമയുടെ ഡയറക്ടർ ശ്രീ രഞ്ജിത്ത് ശങ്കർ, ലീഡ് റോൾ ചെയ്തിരിക്കുന്ന നമ്മുടെ ജയേട്ടൻ ജയസൂര്യ, GP എന്ന് വിളിക്കുന്ന ഗോവിന്ദ് പത്മസൂര്യ, മാണിക്കുഞ്ഞ് പേളി മാണി എന്നിവരെത്തിയിരിക്കുന്നു. എല്ലാവർക്കും വെൽക്കം. ശരിക്കും നമ്മളൊരു മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ട്, പ്രേതം എന്ന് പറഞ്ഞാൽ വെള്ള സാരി എടുത്ത് മുട്ടിയൊക്കെ നീട്ടിയിട്ട്. അത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോൾ ശരിക്കും ജയേട്ടനാണ് പ്രേതം വിചാരിച്ചു. കൊള്ളാലോ, വെറൈറ്റി ഉള്ള പ്രേതം. പിന്നീട് മുട്ടയൊക്കെ അടിച്ച് താടിയൊക്കെ വളർത്തി നല്ല അടിപൊളി ലുക്കൊക്കെ ഉള്ള പ്രേതമാണല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അറിഞ്ഞു കാര്യം, അജു വർഗീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു, പുള്ളിയല്ല പ്രേതം, പുള്ളി ഒരു മെന്റലിസ്റ്റ് ആണെന്ന്. ഈശ്വര, ഇനി അതെന്താ സംഭവം എന്ന് അറിയേണ്ടി വന്നു. എന്തായാലും എന്താ ഈ മെന്റലിസ്റ്റ് എന്നുള്ള സംഭവത്തിൽ നമുക്ക് തുടങ്ങാം. കുറച്ച് കഴിയുമ്പോൾ ഞാനോ എന്തൊരു ഞാനാ മെന്റലിസ്റ്റ്. ഇതില് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ആദ്യം എന്നാണ് അവൻ്റെ പേര്. പുള്ളി മെന്റലിസ്റ്റാണ്. ഒരു വേൾഡിലെ ഒരു 5 പേരുടെ ലിസ്റ്റ് എടുത്താൽ ഒരു മണിച്ചിത്രത്താഴിലൊക്കെ പറഞ്ഞ പോലെ അവൻ്റെ പേരും ഉണ്ടാവും. പക്ഷെ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഒരു കക്ഷിയാണ് ആദി. പുള്ളി ഇപ്പം മെന്റലിസത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ആക്ച്വലി അറിയില്ല. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും മനസ്സിൽ ഒരാളെക്കുറിച്ചോ ഒരു സ്ഥലത്തിനെക്കുറിച്ചോ എന്തിനെക്കുറിച്ചെങ്കിലും മനസ്സിൽ വിചാരിച്ചെന്ന് വെച്ചോ, ഇവർ പറയാതെ തന്നെ ഇങ്ങനെ നോക്കി അതെന്താണ് വിചാരിച്ചതെന്ന് ഇയാൾ പറയും. ഈവൻ ചിലപ്പോൾ ഈ ATM നമ്പർ ചിലപ്പോൾ നമുക്കൊന്നും അറിയാൻ പറ്റില്ല, ഇയാൾ നോക്കിയിട്ട് ആ ATM നമ്പർ പറയും. അതുപോലെ തന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് വിത്തിൻ ഒരു 3 സെക്കൻഡിലൊക്കെ ഒരാളെ നമുക്ക് എന്താ പറയുക ആ ഒരു മൂഡിലേക്ക് കൊണ്ടുപോകാനൊക്കെ സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. ഇപ്പോൾ അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇയാളുടെ ഒരു എൻട്രി. പിന്നെ എന്തൊക്കെ കഥ അയാളിലൂടെ പോകുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റാത്തൊരു സംഭവം. നമ്മൾ നിങ്ങളുടെ ഒരു ടീമിൻ്റെ സിനിമകൾ കണ്ടു കഴിഞ്ഞു. എങ്ങനെ ഒരു ഹൊറർ മൂവിയിൽ ലാൻഡ് ചെയ്തു? നിങ്ങൾ എങ്ങനെ ഒരു ഹൊററിലേക്ക് പോവാം എന്നുള്ളൊരു ഐഡിയ എങ്ങനെയാണ്? കാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് തീരുമാനിച്ചാന്ന് തോന്നുന്നു. അല്ല, എനിക്കൊരു ഹൊറർ ഫിലിം ചെയ്യണമെന്ന് എനിക്ക് ഒത്തിരി നാളായിട്ട് ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ ആദ്യം എഴുതിയ സ്ക്രിപ്റ്റ് തന്നെ ഒരു ഹൊറർ സ്ക്രിപ്റ്റായിരുന്നു, എഴുതുകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കഥ ശരിക്കും ഒരു 1-2 വർഷം മുമ്പാണ് ആലോചിക്കുന്നത്. അപ്പോൾ മുൻപ് ആലോചിച്ച പല ഹൊറർ കഥകളിൽ നിന്നും ഇതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇതിൽ വളരെ നാച്ചുറലി വരുന്നൊരു ഹ്യൂമറുണ്ട്, ഒട്ടും ഫോഴ്സ്ഡ് അല്ലാതെ. അത് ആണ് ഇതിനെ കുറച്ച് ഡിഫറെൻ്റ് ആക്കുന്നത്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അത് കോമഡിയിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് കാണുന്നു. പക്ഷെ ഇതിന് പിന്നിൽ ഒരുപാട് റിസർച്ച് വേണ്ടി വന്നിട്ടുണ്ടാവും. കാരണം പല രീതിയിലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാം. നമ്മുടെ മനസ്സിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. ഇതിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാനൊന്നുമില്ല, കാരണം വളരെ സിമ്പിളാണ്. വേറെ കഥ പോലെ ഇല്ല. ഇതിലിപ്പോൾ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞാലുണ്ട്, അതിലിപ്പോൾ അത് വേണ്ടവർക്ക് വിശ്വസിക്കാം, വേണ്ടാത്തവർക്ക് വിശ്വസിക്കാം. ഗന്ധർവൻ നമ്മുടെ ഇവിടെ വന്നില്ലേ, നമ്മൾ വിശ്വസിപ്പിച്ചില്ലേ? അത് വിശ്വസിപ്പിക്കുന്ന രീതിയിലേക്ക് അത് എന്താ പറയുക, എനിക്ക് തോന്നുന്നത് മലയാളികൾക്ക് ഒരു ഹൊറർ ഫിലിംസിനോട് എപ്പോഴും ഒരു ഇഷ്ടമുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അധികം സിനിമകൾ ഉണ്ടായിട്ടില്ല. അജു വർഗീസിന്റെ പോസ്റ്റ് എന്നാണ് ജയേട്ടനാണ് പ്രേതമെന്ന് ആക്ച്വലി ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നു. അപ്പൊ അതിൽ നിന്ന് മാറി പിന്നെ പേളിയെ കണ്ടു. ഞാൻ ഡെഫിനറ്റ്ലി അങ്ങ് ഉറപ്പിച്ചു, പേളിയാണ് പ്രേതം. എന്നെ പ്രേതം തോന്നാൻ കാരണം എന്താണ്? സ്വാഭാവികമായിട്ട് ഏതൊരു മലയാളിക്കും തോന്നാവുന്ന ഒരു എന്താ പറയാ, എനിക്ക് അങ്ങനെ തോന്നില്ല. വലിയ കാര്യമായിട്ടുള്ള ഒരു ബുദ്ധിയൊന്നും പ്രയോഗിച്ചിട്ടൊന്നുമല്ല. നീ പറയില്ലേ ഇത് ആനയല്ല എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ആളുകൾക്കുണ്ട്. പേളി കൂടുതൽ തിരിയരുത്, ഞാൻ തുമ്മിച്ചാവും. അല്ലല്ല, കുഴപ്പമില്ല. എനിക്ക് രഞ്ജിത്തിനെ കാണാൻ ഓക്കെ. കഴിഞ്ഞ 3 സിനിമകളായി ഇവർ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, കാണാനുള്ള അവസരം കൊടുത്തതല്ലേ. ഓക്കെ, നമ്മള് കുറേ റിയൽ ലൈഫ് ഇൻസിഡൻസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിൽ ഞാൻ വായിച്ചു SOS ബോയ്സ്. എനിക്കൊന്ന് GP ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു 3 മൂവർ സംഘമാണ്. എന്താണ് നിങ്ങളുടെ ഈ മൂവർ സംഘത്തിന്റെ ഉദ്ദേശം? SOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യം ഒരു ശാപം. ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ടല്ലേ? എനിക്കും തോന്നാറുണ്ട്. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. എനിക്ക് തോന്നുന്ന ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ്, അവരുടെ നെയിംസ് ഒക്കെ കുറെ റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആണ്. രഞ്ജിത്തേട്ടൻ, എനിക്ക് തോന്നുന്നു രഞ്ജിത്തേട്ടൻ്റെ കുറെ സുഹൃത്തുക്കൾ. ഈ SOS ബോയ്സ് എന്ന് പറയുന്നത് ഞാൻ കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പാണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ശരിക്കുള്ള ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരാൾ വന്നിരുന്നു. ശാപം കിട്ടിയ
ഒട്ടും മോശമല്ലല്ലോ. ഷൂട്ട് കുറെ കഴിഞ്ഞതിന് ശേഷം ഇവര് വന്നത്. അപ്പൊ ഇതിൽ ഒരാളെ കണ്ടപ്പോ എനിക്ക് അജിചേട്ടന്റെ ക്യാരക്ടർ ആയിട്ടുള്ള റിയൽ ലൈഫ് ഉള്ള വന്നപ്പോ എനിക്ക് ചിരി വരുവാ. അദ്ദേഹത്തിന് കാണുമ്പോഴേക്കും ഞാൻ അയാളെ നോക്കുവാണ് ആക്ച്വലി ഡ്രസ്സിംഗ് ലൈക്ക് അജി ഇതില്. ശരിക്കുള്ള ആൾക്കാർ കൂടെ പഠിച്ചവർ കൂടെ വർക്ക് ചെയ്തവരെയൊക്കെ ഫേമസ് ആക്കിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ നിന്നും ഇൻസ്പിറേഷൻ കിട്ടിക്കൊണ്ട് ചിലപ്പോ കോമ്പിനേഷൻ വ്യത്യാസമായിരിക്കും. ഞാൻ സൗമ്യനെ കുറിച്ച് നേരത്തെ കുറെ കാര്യം ചോദിച്ചതുകൊണ്ടാണ്. രസകരമായിട്ടുള്ള കോമ്പിനേഷൻ ആയിരിക്കും. ഒരാളുടെ സ്വഭാവം എടുക്കും, മറ്റൊരാളുടെ പേര് എടുക്കും, എന്നിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടാക്കും. മനസ്സിലാവില്ല. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഒറിജിനൽ ക്യാരക്ടർ എടുത്ത ഒരു 5-6 സിനിമ ഉണ്ടാക്കാം. പുറത്തു വരാനിരിക്കുന്നില്ല. നിങ്ങൾ ജിപിയുടെ ക്യാരക്ടറിന് എൻ്റെ അകത്ത് വേറെ ഒന്നും മിക്സ് ചെയ്തില്ല. ജിപിന്റെ അല്ല, നമുക്ക് അതിൽ നിന്ന് മാറി പറഞ്ഞു പോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ പ്രേതം എന്ന സിനിമയെ പറ്റി ആദ്യം ഞാനൊരു കേൾക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത്, ഇപ്പൊ ജയേട്ടന്റെ ലുക്ക് അല്ല മുട്ട അടിച്ച് താടിയൊക്കെ വെച്ചിട്ട് മോള് കണ്ടിട്ട് പേടിയായി എന്നുള്ളൊരു ന്യൂസാണ് ഫസ്റ്റ് കേൾക്കുന്നത്. ശരിക്കും മോളെ മനസ്സിലാക്കി എടുപ്പിക്കാൻ കുറച്ച് സമയം എടുത്തു. മനസ്സിലാക്കി എടുപ്പിക്കാനല്ല, അവൾക്ക് എന്തോ ഈ പറഞ്ഞതുപോലെ മുട്ടയടിച്ചൊക്കെ ചെന്നപ്പോൾ അവൾക്ക് പേടിയായി. ചെറുതല്ലേ, അപ്പോൾ അവള് അച്ഛ ഇങ്ങനെ ഞാൻ എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ല ആദ്യം. ഞാൻ വാടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പേടിച്ചൊക്കെ പോകണം. ഒരു ഏകദേശം ഒരാഴ്ച എടുത്തു, വന്നില്ല അടുത്ത്. അല്ലെങ്കിലും ഭയങ്കര ക്വയറ്റ് ആണ്. ഷീ ഡസൻ. അപ്പൊ മോൻ എല്ലാവരുടെ അടുത്തും പോകും. മോളെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയ ദൂരെന്ന് കരയാൻ തുടങ്ങും. നമ്മൾ നോക്കിയാൽ കരയും. പേളി അത് പേളിയെ എല്ലാരുടെ അടുത്തും പോവില്ല. ഇല്ലേ മോളെ, എല്ലാവരോടും പോവാറില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഈ സ്വഭാവം വലുതാവുമ്പോഴും ഉണ്ടായാൽ മതി. ഞാനൊക്കെ ദൂരെന്ന് ഞാൻ നോക്കുമ്പോ തന്നെ ഒച്ചയിടാൻ തുടങ്ങും. ആദ്യത്തെ ഒരാഴ്ചക്ക് സെറ്റിൽ സ്ഥിരമായി വന്നിരുന്നു. അപ്പൊ പേളി ഉണ്ടായിരുന്നില്ല. പേളി ജോയിൻ ചെയ്തതിനു ശേഷം പിന്നെ കുട്ടി സെറ്റിൽ വന്നിട്ടില്ലെന്നൊക്കെ. പക്ഷെ അല്ലല്ല, രാത്രി വരെയൊക്കെയാണല്ലോ കറക്കം. പിന്നെ പിള്ളേരെ കൊണ്ട് ഡ്രൈവിന് പോവാ. ഇതാണ് പേളി പിള്ളേരെ കറക്കാൻ മെടുക്കത്തിയാണ്. പക്ഷെ ഇത് കറക്കി അവരെല്ലാരും കൂടി ഒരു ദിവസം ലുലു കൊണ്ടുപോയി എല്ലാത്തിനെയും കൂടെ. പക്ഷെ മോളൊന്നും ഇല്ലായിരുന്നു. അമ്മോ, ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ ശരിക്കും. ഒരു തുണ്ടുകടലാസിൽ പേളി ഫോൺ നമ്പർ എഴുതി ബിക്കോസ് 3 പേരും എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലും അപ്പൊ ഞാൻ എല്ലാവർക്കും എന്റെ ഫോൺ നമ്പർ എല്ലാം എഴുതി കൊടുത്തു. ഇൻ കേസ് കാണാണ്ടാവണെങ്കിൽ ഇപ്പൊ തന്നെ എന്നെ വിളിച്ചാൽ പറ്റിയ നാനിയാണ് കുട്ടികളുടെ കാര്യം. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു ഫസ്റ്റ് തന്നെ ആ ലുക്ക് ഏറ്റവും എന്ന് മനസ്സിലായത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മനസ്സിലായി. വീട്ടിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയത് ഭയമല്ലേ? അതല്ല, ഇയാൾ ഭയപ്പെടുത്തുന്ന ഒരാളോ കാര്യങ്ങളൊന്നും അല്ലല്ലോ. കാരണം മെന്റലിസ്റ്റിന് ആ ക്യാരക്ടറിനെ വിശ്വസിപ്പിക്കാനായിട്ട് ഒരു ടൂള് മാത്രമാണ് ആ ലുക്ക്. ഇപ്പോൾ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ് ഇതിൻ്റെ ഒരു സ്പാർക്ക് ഉണ്ടായെന്ന് പറഞ്ഞു കേട്ടോ. നമുക്ക് ഷെയർ ചെയ്യുന്നത് സസ്പെൻസ് മൂവിയാണ്, സസ്പെൻസ് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ. ഹൊറർ മൂവിയിൽ എന്തായാലും ഡെഫിനറ്റ്ലി സസ്പെൻസും ത്രില്ലും ഒക്കെ ഉണ്ടാവും. പക്ഷേ എന്തെങ്കിലും പറയാൻ പറ്റുമോ അതിനെ പറ്റി, ആ റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട്? അല്ല, റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് ഇതിലിപ്പോൾ ഇപ്പം ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കോളേജ് ലൈഫൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞ് നമുക്ക് ഒരു റീയൂണിയൻ ഓഫ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ സാധനമില്ല, അത് ഒരുപാട് സിനിമകൾക്ക് വിഷയമായിട്ടുണ്ട്. അപ്പം എനിക്കും അങ്ങനെ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് തുടങ്ങി ഈ ഓഫ് കോഴ്സ് ഈ ഇപ്പോൾ ജയൻ അവതരിപ്പിച്ച ക്യാരക്ടർ ഉണ്ടല്ലോ, അതിൻ്റെ നമുക്കൊരു ആദി എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്. പുള്ളി അതിൻ്റെ ഒരു റെഫറൻസാണ്. ആ ക്യാരക്ടർ അതുപോലെയാണെന്നുള്ളതല്ല, ഒരു റെഫറൻസാണ്. അതുപോലെ ഇവരുടെ ഓരോരുത്തരും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവരൊക്കെ ഷിബു മജീദ് എൻ്റെ അടുത്ത ഫ്രണ്ടായിരുന്നു. ഇപ്പോൾ ഈ സുഹാനിസ എന്ന് പറയുന്ന പേളി അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ആക്ച്വലി സുഹാനിസ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു മെൻ്റലിസ്റ്റാണ്. സുഹാനിസ എന്ന് പേരുള്ള ഒരാൾ. അങ്ങനെയാണ് എനിക്ക് സുഹാനിസ എന്ന് പറഞ്ഞ പേര് കിട്ടുന്നു. ഞാൻ മെൻ്റലിസ്റ്റിനെ കുറിച്ച് ഗൂഗിൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതാണ് എനിക്ക് സുഹാനിസ എന്ന് പറഞ്ഞിട്ട് പേര് കിട്ടിയത്. അവർ അറിയപ്പെടുന്ന ഒരു മെൻ്റലിസ്റ്റാണ് ഇന്ത്യയിൽ. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇത് ജോൺ ബോസ്കോ പേരിട്ടിരുന്നു. ഇത് കൊള്ളാമല്ലോ പേര് എന്ന് വെച്ചിട്ടാണ് പിള്ളേരുടെ ക്യാരക്ടറിൻ്റെ പേര് വരുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു റിയൽ. പിന്നെ ഇതിലെ കോർ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ അവിടെയൊക്കെ വളരെ ലെൻഡായിട്ടുള്ള ഇഷ്യൂ ആണ്. ഇവിടെ നടന്നിട്ടുള്ള ഇൻസിഡൻസ് ഈ സിനിമയിലുണ്ട്. അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. അല്ലാതെ ഇപ്പോൾ ഒരു കഥ ഒരു നടന്നൊരു ഇൻസിഡൻറ്റിനെ ബേസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയല്ല. ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പ്രേതങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലർ പറയും ഇല്ല എന്ന് പറയും, ചിലർ പറയും ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് എൻ്റെ അനുഭവത്തിലുണ്ട് എന്ന് പറയും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈ ഓജോ ബോർഡ് എന്ന് പറയുന്ന സംഭവം ഈ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പലരും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഓജോ ബോർഡ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്തിട്ടുണ്ടോ? അല്ല, ഈ പ്രേതം എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂട്യൂബിൽ തന്നെ പ്രേതം എന്ന് പറയുന്ന
ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ സംഭവം. അതായത് ഇപ്പൊ പേടിപ്പിച്ചപ്പോഴേ ഇങ്ങനെ ആയില്ലേ, ഇതേ ഉള്ളൂ. പടം ഷൂട്ട് തുടങ്ങി പിന്നെ വലിയ ഒരുപാട് പ്രേത വാർത്തകൾ, ആണല്ലേ? ഒരുപാട് പേപ്പറിൽ ഈ ഇടയ്ക്ക് ഒരു പോസ്റ്റ് ചെയ്തായിരുന്നല്ലോ. ത്രൂ ഔട്ട് വായിക്കുന്ന അങ്ങനത്തെ വാർത്തകളാണ്. അതിൽ കുറച്ച് GP പ്രേത എക്സ്പീരിയൻസ് അല്ല, പറയാം. ശരിക്കും ഒരുപാട് എനിക്കിതിനകത്തുള്ള പ്രേത എക്സ്പീരിയൻസ് എന്നുള്ളത് ഞാൻ തന്നെ ഇനി നീ അത് പറഞ്ഞ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് പക്ഷെ കഴിഞ്ഞാൽ ഞാനും കൂടി ഒന്ന് കേട്ടോ. അല്ല പ്രേതം സിനിമ ഞാൻ കാസ്റ്റ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു. എന്റെ ഫസ്റ്റ് ഒരു പ്രേത എക്സ്പീരിയൻസ് എന്നുള്ളത് ഒരു ദിവസം രഞ്ജിത്തേട്ടൻ പറഞ്ഞു, സുഹാനിസ കാസ്റ്റിംഗ് നടന്നു കേട്ടോ, ആരാണ് പേളി. അതായിരുന്നു എന്റെ ഫസ്റ്റ് ഒരു എൻകൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോഴാണ് അതിനൊരു പൂർണ്ണത വന്നത്. പേളിക്കാണ് അതിനകത്ത് ശരിക്കും എക്സ്പീരിയൻസ് ഉണ്ട്. പേളി പേളിയുടെ ഫാമിലിക്കായിരിക്കില്ലേ? സൈൻ ചെയ്തതിനു ശേഷം പേളി എന്തൊക്കെയോ പറയുന്നത്, റൂമിൽ 3 മണിയാകുമ്പോ കറണ്ട് പോകുന്നോ, 3 മണിക്ക് ടൈം എന്റെ ബാക്കിലോട്ട് പോകുന്നോ, കപ്പൻ ഇളകുന്നോ. 3 മണിക്ക് കറണ്ട് പോയി. അന്ന് ഭയങ്കര മഴയൊക്കെ ഉള്ള സമയമാണ്. അപ്പൊ കറക്റ്റ് 3 മണിക്ക് ഭയങ്കര ഒരു മിന്നലും ഇടിവെട്ടി കറണ്ട് പോകും. അതിന് ഞാൻ ടൈം ചെക്ക് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് ജസ്റ്റ് ഒരു 5 minutes past 3 o'clock. ഓക്കെ. നമ്മൾ ഇന്നത്തെ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴേ ഉണ്ടാകുന്നൊരു സ്ഥിരം സംഭവം എന്താണെന്നറിയോ, ഈ നമ്മുടെ സിനിമയും തുടങ്ങിയപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ കുറേ പേര് വന്ന് പറഞ്ഞു അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഉടനെ തന്നെ വിട്ടു പൊക്കോളൂ, ഈ ഡയലോഗ് അടിക്കരുത്. കാരണം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, വേറെ പ്രശ്നമല്ല. നമ്മളിത് വളരെ ഫണ്ണായിട്ട് ചെയ്യുന്നൊരു സാധനം. അതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമില്ലാത്തൊരു ഫാക്ടർ അനാവശ്യമായിട്ട് കയറ്റേണ്ട കാര്യമില്ല. അജു വന്നിട്ട് ഒരു ദിവസം പറഞ്ഞു പ്രേതബാധയുണ്ട്. ഞാൻ ഇരുന്നപ്പോ തന്നെ കസേര വീണു, കാലില്ലാത്ത ചേരി കയറി ഇരുന്നിട്ട് തലയെ കുത്തി വീണിട്ട് പ്രേതബാധ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതേ പറഞ്ഞേ, ഇത് വിശ്വാസം കൂടിയിട്ട് എനിക്ക് ഓജോ ബോർഡിന്റെ പിന്നിലെ സയൻസ് എന്താണെന്ന് അറിയത്തില്ല, ശരിക്കും ഉള്ളതാണോ അറിയില്ല. ഞങ്ങൾ 4 പേര് ചേർന്നിട്ട് ഒരിക്കൽ വിളിച്ചു. അങ്ങനെ മിനി എന്ന് പേരുള്ള ഫോട്ടോ വെച്ചുകാരി പ്രേതം വന്നു. ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. എന്നെ പൊക്കോളെന്ന് പറഞ്ഞു. പോയി. അല്ല, ഇത് നമ്മള് ചോറ്റാനിക്കര അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാല് അത്യാവശ്യം ലോലമായ മനസ്സൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ സംഭവം കൊണ്ടേ വരാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ പലതും കാണുമ്പോൾ നമുക്ക് തോന്നും എന്റെ തല ആടുന്നുണ്ടോ ഇങ്ങനെ എന്നൊക്കെ തോന്നാറുണ്ട്. നമ്മളാണ് നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ സിനിമയൊക്കെ ആൾക്കാര് പേടിയില്ലാതിരിക്കുന്ന ആൾക്കാര് പ്രേതം എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പ്രേതം പണി തുടങ്ങി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറുതായിട്ട് ഇന്റർവ്യൂലെ കുട്ടി പേടിപ്പിക്കുന്നു. ഇത് നമ്മളോടൊന്നും ചോദിക്കുന്നുമില്ല, ഇരുന്ന് പ്രേതങ്ങളുണ്ട്. ഇപ്പൊ ഈ സിനിമയിലെ ഇതിലിപ്പോ ഈ ജോൺ ഡോൺ ബോസ്കോ എന്ന് പറയുന്ന ജയന്റെ ക്യാരക്ടറിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഒരു പ്രേതം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നത് തന്നെ അതിനെ പ്രേതം, ആത്മാവ്, പിശാശ് എന്നൊന്നുമല്ല, ഒരു തോട്ട് എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. ദ പോയിന്റ് ഇസ്, നമ്മളൊക്കെ പോയാലും ദ തോട്ട് റിമെയിൻസ്. അത് ഭയങ്കര പോയട്രിയാണ്. ആ രീതിയിൽ നമുക്ക് ഒരാൾക്ക് എടുക്കാനും ചിന്തിക്കാനും പറ്റുമെങ്കിൽ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ സിനിമയിൽ ഇഷ്ടമുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് അയാളുടെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ആഫ്റ്റർ ലൈഫ് ഓർ മിസ്റ്ററി, അൺനോൺ, അൺഎക്സ്പ്ലോർഡ് എന്നുള്ളത് എനിക്ക് ഭയങ്കര പേഴ്സണലി താല്പര്യമുള്ളൊരു മേഖലയാണ്. കാരണം ട്രെയിലർ കഴിഞ്ഞപ്പോഴും പലരും പറഞ്ഞൊരു പോയിന്റ് അതായിരുന്നു. അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, പോയവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഡിന്നി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആശ്വാസവുമാണ്. അങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ നല്ലതാണ്. നമുക്കാണ് ഭയം. നമ്മുടെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയമില്ലല്ലോ. അവരെപ്പോഴും നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു, നമ്മൾ രാത്രി വേണമെങ്കിൽ അയാൾ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ സെമിത്തേരി പോയിരിക്കില്ലേ? പിന്നെ നമ്മൾ പോയിരിക്കും. നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചിട്ട് നമ്മൾ വേണമെങ്കിൽ സെമിത്തേരിയിൽ പോയിരിക്കില്ല. അത് വേറൊരു ലെവലിലേക്ക് ചിന്തിക്കുക. അതൊന്നുമില്ല. അതുപോലെ അങ്ങനെ 5-10 വർഷം കഴിയുമ്പോൾ പേളിക്ക് അതെ ഇപ്പത്തെ ഇമോഷണൽ ലെവലിൽ ചിന്തിക്കുന്നത്. കുട്ടി വലുതാവുമ്പോ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞില്ലല്ലോ. പേളിയുടെ ക്യാരക്ടർ സുഹാനിസ എന്നാണ് പേര്. അസിസ്റ്റന്റ് വെച്ചിട്ടുണ്ട് നിങ്ങൾ സ്വന്തം ക്യാരക്ടർ എത്രത്തോളം പറയാന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്താ പേളിയുടെ ക്യാരക്ടറിന്റെ പേര് സുഹാനിസ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഇവര് ഒരു മോഡലും ഒരു എന്താ പറയുക, ഒരു ഫാഷൻ ചെയ്യുന്ന ഒരു കക്ഷിയും ഒരു ബേസിക്കലി ഇവിടേക്ക് ജീവിക്കുന്ന ഒരു ഫ്രീ തിങ്കിങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഈ ഷിബു മജീദ് GP അവതരിപ്പിക്കുന്ന ക്യാരക്ടർ പുള്ളി ഒരു ഒഫീഷ്യൽ സൂംബ ട്രെയിനർ. സൂംബ എന്ന് പറയുന്നൊരു ഫിറ്റ്നസ് ഡാൻസാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോഴ്സ് ഇവർ 3 പേരും റിസോർട്ട് തുടങ്ങിയിരിക്കുകയാണ്. റിസോർട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പഠിക്കാൻ സൂംബ ട്രെയിനിങ്ങിന് വരുന്ന ഒരു പെൺകുട്ടിയാണ് സുഹാനിസ.
പക്ഷേ സുഹാനസിക്ക് കഥയിൽ വേറെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് നമ്മളിപ്പോൾ മൂവിക്ക് വേണ്ടി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള GP-നെ പറ്റിയുള്ള ഒരു പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ വായിച്ചായിരുന്നു. സുംബ ഞാൻ എല്ലാവരെ പറ്റി വിട്ടിട്ടുണ്ട്. അതെ, എല്ലാവരും പറ്റിയുണ്ട്. എഴുതാൻ അതെ, നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാരെ കുറിച്ചും പോസ്റ്റ് വരും. വന്നോടെ ചോദിച്ചു എന്താ എന്നെ കുറിച്ച് എഴുതാത്ത, എന്താ എന്നെ ഞാൻ അങ്ങനെ ചോദിച്ചേ ഇല്ല. എന്തിനാ കള്ളത്തരം എഴുതുന്നതെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. GP സുംബ പഠിക്കാൻ പോയി എന്നുള്ളത് സത്യമാണ്, ബട്ട് എന്തുകൊണ്ടാണ് പോയത് എന്നുള്ളത് നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. അതെനിക്ക് പക്ഷേ ഇപ്പൊ സുംബ ഡാൻസ് പഠിപ്പിക്കുന്ന വല്ല സുരേഷോ മഹേഷോ ബാബു ഒക്കെ ആയിരുന്നെങ്കിൽ ആ ഏരിയയിലേക്ക് പോകില്ലായിരുന്നു. ആരടാ പഠിപ്പിച്ചേ? മാമാമംഗം ഒരു ഭാഗം. അവിടെ പൂർണിമ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. പക്ഷേ സീരിയസ്ലി അച്ഛനെ കണ്ടല്ലോ നീ. സീരിയസ്ലി എന്താ അറിയോ, എന്താ വെച്ചാൽ ജയസൂര്യക്ക് ഇതിരുന്ന് കളിയാക്കാം. നിങ്ങൾ ആ സൂംബ ഡാൻസ് ഒന്ന് കളിച്ച് കാണിച്ചു തന്നിരുന്നെങ്കിൽ ഞാൻ ഇതിന് വേറെ അവാർഡ് തന്നെ. പിന്നെ എനിക്ക് ഒരുപാട് സമയം തന്നല്ലോ. അല്ല, നിങ്ങൾക്ക് സമയം ഉണ്ടായിട്ടില്ലല്ലോ. GP-ക്ക് സമയം ഉണ്ടായിരുന്നില്ല. GP സ്വന്തമായി കഷ്ടപ്പെട്ട് നിങ്ങളൊരു പോയി പഠിച്ചു. നിങ്ങൾ സുമ്മാ ഡാൻസ് പഠിക്കൂ. പക്ഷേ ഒരു ഡിഗ്രി പുറത്തിറങ്ങി ഇറങ്ങാൻ പറ്റാതെ പോയിട്ട് പൂർണിമ ഫേമസ് ആയി. അറിഞ്ഞിട്ടേ ഇല്ല. അതല്ല, പൂർണിമ പലതവണ പറഞ്ഞിട്ടേ സാധിക്കുകയാണെങ്കിൽ എന്റെ പേര് എവിടെയെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യണം. പക്ഷെ പൂർണിമ ഇനി അത് ഒരിക്കലും പറയില്ല. എന്റെ പേര് ഇനി പറയരുത് എന്ന് GP-നെ ഡാൻസ് പഠിപ്പിച്ചു എന്നുള്ളത് സൂംബ ഡാൻസ് യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ അജുവിൻ്റെ ക്യാരക്ടറാണ് സൂംബ ഡാൻസർ. അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്കതിലൊരു ഭയങ്കര ഫണ്ണൊക്കെ തോന്നിയിരുന്നു. ഫൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ട് അത് ചെയ്യണം. എന്റെ അടുത്ത് പറയുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴും മാറി, സ്ക്രിപ്റ്റ് എഴുതിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെയാണ് മാറിയത്. പിന്നെ ഞാൻ ഒരു ദിവസം പോയി സൂംബ ഡാൻസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഒരു തരത്തിലും ഇത് ശരിയാവില്ല എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് ലാസ്റ്റ് നിമിഷം ഞാൻ അറിയുന്നത് ഈ ഒരു സംഭവം വന്നു. അപ്പോൾ സൂംബ ഡാൻസിന്റെ ഒരു പ്രോബ്ലം എന്താണെന്നറിയോ, അതിൽ ബേസിക് കോൺസെപ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിറ്റ്നസ് ട്രെയിനിങ് ആയതുകൊണ്ട് നമ്മൾ ഡാൻസ് കളിച്ചാൽ പിന്നെ നിർത്താൻ പറ്റില്ല. അത്രയും ഫിറ്റ്നസ് വേണം അത് കളിക്കണമെങ്കിൽ. അപ്പോൾ അത്രയും ഫിസിക്കലി ഡ്രെയിനിങ് ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെയാണ് അത് സംഭവിച്ചത്. പക്ഷേ വേറൊരു പ്രശ്നം, ടേക്കിന്റെ സമയത്ത് എല്ലാം പഠിച്ചെങ്കിട്ട് GP ആണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. ബിക്കോസ് ബാക്കി ഞങ്ങളൊക്കെ സ്റ്റുഡൻസ് അങ്ങനത്തെ ഒരു സീനിൽ GP പറയും, ഞാൻ തെറ്റിക്കുകയാണെങ്കിൽ നിങ്ങൾ അതേപോലെ തെറ്റിക്കും. ബിക്കോസ് ഞാനാണല്ലോ ട്രെയിനർ, അപ്പൊ ഞാൻ തെറ്റിക്കാൻ പാടില്ലല്ലോ. എന്താ പ്രശ്നം അറിയോ, ഈ കൊടന്ന് നിർത്തിയിരിക്കുന്ന ഒക്കെ പ്രൊഫഷണൽ സൂംബ ഇൻസ്ട്രക്ടേഴ്സാ എന്റെ സ്റ്റുഡൻസ് ആയിട്ട്. അവരെ വേണം ഞാൻ പഠിപ്പിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് സിനിമയാണ്, ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷൻ കാഴ്ചവെക്കാൻ വേണ്ടി വന്നാൽ ഞാൻ തെറ്റിച്ചാലും നിങ്ങളും ഞാൻ എന്ത് കളിക്കുന്നോ അത് നിങ്ങൾ കളിക്കണം. നിങ്ങൾ പ്രത്യേകം ചോദിക്കേണ്ടത് GP-യുടെ തന്നെയാണ്. സോറി, നമ്മളെല്ലാം GP-യുടെ നേർക്കാണ്. GP ഷർട്ട്ലെസ് ആയിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈശ്വര, ഒരു ബോളിവുഡ് ട്രെൻഡാണ് ഇപ്പൊ GP ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കേരളത്തിലെ GP ഫാൻസ് ഒക്കെ ഇനിയിപ്പോ എന്താ പറയാ നെഞ്ചും തല്ലി. അതല്ല, ഞാനത് അഭിനയിക്കുമ്പോ ഇത്രയും ഇമ്പോർട്ടൻസ് അതിന് കിട്ടുന്ന അറിഞ്ഞിരുന്നെങ്കിൽ അതിനും കൂടെ വർക്കൗട്ട് കേസ് അതിലേക്ക് വരും. പോലെ തന്നെ എനിക്കൊന്ന് ട്രോളന്മാർക്ക് ഇട്ടൊരു എന്താ പറയുക, ഫസ്റ്റ് ഒരു ട്രോളനായിട്ട് ഒരു ക്യാരക്ടർ വരുന്നു എന്ന് പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇവരെല്ലാവർക്കും ഇട്ട് പണി കൊടുക്കുന്നുണ്ടല്ലോ, ഇനി അവർക്കൊരു എന്തെങ്കിലും പണി കൊടുത്തിട്ടുണ്ടോ? അല്ല, ട്രോളർമാർക്ക് പണി കൊടുക്കല്ല. എനിക്ക് തോന്നിയ ആ ക്യാരക്ടറിന്റെ ബ്യൂട്ടി ആയിട്ട് എനിക്ക് തോന്നിയത് ഇപ്പൊ കുറെ ട്രോൾ പോസ്റ്റുകൾ എന്നുള്ളതിനേക്കാൾ കൂടുതൽ പുള്ളി ഒരു റിയൽ ലൈഫ് ട്രോളറാണ്. എന്ന് വെച്ചാൽ പുള്ളി ഷിബുനെ ട്രോൾ ചെയ്യും, പുള്ളി ഡെന്നി കോക്കനെ ട്രോൾ ചെയ്യും, സുഹാനിസിനെ ട്രോൾ ചെയ്യും, ഡോൺ ബോസ്കോനെ വരെ ട്രോൾ ചെയ്യും, സ്വന്തമായി സെൽഫ് ട്രോളിങ്ങും ചെയ്യും. അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ട്രോളറാണ്. അപ്പോൾ പുള്ളിയുടെ എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ അവസാനം വരെയും പ്രിയലാൽ എന്ന് പറഞ്ഞിട്ട് ഷറഫുദ്ദീൻ ചെയ്യുന്ന ആ ക്യാരക്ടറിന്റെ ആ ചാം ഭയങ്കര രസമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആ ഒരു ബാലൻസ് മാനേജ് ചെയ്തുകൊണ്ട് തന്നെ പുള്ളിയുടെ ക്യാരക്ടർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ചില ഡയലോഗ്സ് പ്രിയലാലിന്റെ ക്യാരക്ടർ ഭയങ്കര ഇന്നസെന്റ് ആണ്. ഇപ്പം ലവ് ആണെങ്കിൽ എല്ലാം ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് അതിൽ ഇൻവോൾവ് ആവുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര പൊളൈറ്റും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇനി ശ്രീനിവാസൻ മെയിൽ വോയിസിലും പാടുന്നു, ഫീമെയിൽ വോയിസിലും പാടുന്നു. അതിനിടയ്ക്ക് ജയേട്ടനൊക്കെ അടിപൊളി എക്സ്പ്രഷൻസ് വരുന്നത്. ശരിക്കും എന്തുകൊണ്ട് ഒരാളെ കൊണ്ട് തന്നെ അങ്ങനെ ഒരു ആ ഒരു ഇതിലേക്ക് മെയിൽ വോയിസും ഫീമെയിൽ വോയിസും എല്ലാവർക്കും ഒരു പ്രൊഡ്യൂസറിന്റെ രോദനം അല്ല, അതല്ല. അതായത് ഈ പറഞ്ഞതുപോലെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. എടാ, നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴുള്ള മറ്റേ പാട്ട് നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ അത് ചോദിക്കുന്നു, നിനക്ക് അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ചില ദുരന്തങ്ങൾ നമ്മൾ മറക്കില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് അവൻ പറയുന്നത്, പിന്നെ നീ മെയിൽ വോയിസിലും ഞാൻ ഫീമെയിൽ വോയിസിലും പാടിയ പാട്ട്, നിന്റെ മെയിൽ വോയിസ്
തീരെ നന്നായില്ല, എൻ്റെ ഫീമെയിൽ വോയിസ് വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ സോങ് തുടങ്ങുന്നത്. അപ്പോൾ ആ ഫീമെയിൽ വോയിസ് ഞാനാണ് ആദ്യം പാടാൻ വേണ്ടി ഇരുന്നത്. പിന്നെ ഫീമെയിൽ വോയിസ് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ എന്നോട് തന്നെ പുച്ഛം തോന്നുകയും കേരളത്തിലുള്ള ആളുകൾ എന്നെ അടിച്ചു കൊല്ലുന്നതൊക്കെ ഞാനിങ്ങനെ. മാത്രമല്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, രഞ്ജിത്തേട്ടൻ ഈ അക്കോമഡേറ്റ് ചെയ്യുന്ന എല്ലാവരിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ അടുത്തൊരു കഥ പറയുകയാണെങ്കിൽ അതിന് ഇനി എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ വാട്ട് ക്യാൻ യു ഗിവ്, അല്ലെങ്കിൽ അതും കൂടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് എല്ലാവരുടെ അടുത്തും അതൊരു ഓപ്പൺ മൈൻഡഡ്നെസ്സും കൂടിയാണ് ശരിക്കും. കുഴപ്പം കണ്ടുപിടിക്കാനും മിടുക്കനാണ്. ഇപ്പോൾ അതല്ല, ഇപ്പൊ മൈക്ക് യൂസ് ചെയ്യുന്നത് കുറവാണെങ്കിലും സെറ്റിൽ ഇദ്ദേഹം മൈക്ക് യൂസ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടാണ്, എസ്പെഷ്യലി ഞങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ. കാരണം ഇങ്ങനെയാണ് പറയുന്നത്, വളരെ മോശമായിരുന്നു കേട്ടോ അഭിനയിച്ച സംഭവം. അത് ഒരു തവണ ഷർഫിന്റെ സജഷൻസ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും, വളരെ മോശമെന്ന് പറയും. ഒടുവിൽ വന്നിട്ട് ചോദിക്കുകയാണേ, ഈ വെടിവഴിപാട് അനൗൺസ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഈ പറയുന്നത് സത്യസന്ധമാണെന്ന് റിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ നല്ലതും പറയും, ഇങ്ങനെ ബോറാന്ന് മാത്രല്ല നന്നായിരുന്നു. പക്ഷെ അത് മൈക്കിൽ പറയാറില്ല, കൂടുതലും പേഴ്സണൽ രഹസ്യമായിട്ടല്ലേ പറയില്ല. അത് വളരെ സൈലന്റ് ആയിട്ട് നമ്മൾ തന്നെ വൃത്തിയായിട്ട് കേൾക്കില്ല. ചിലപ്പോൾ മെസ്സേജിലൂടെ ആയിരിക്കും. സിനിമ തിയേറ്ററിൽ പോയി കാണുക, ഈ ഒരു സന്തോഷത്തോടു കൂടി തിരിച്ചു വരിക, റിവ്യൂസൊക്കെ നേരിട്ട് അറിയിക്കുക. അപ്പോൾ എന്തായാലും താങ്ക് യു വെരി മച്ച്.